ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ ബാത്റൂമിൻ്റെ ആണെങ്കിലും അതായത് മൊത്തത്തിലുള്ള വയറിങ്ങും അതുപോലെ പ്ലംബിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പ്ലംബിങ്ങിന് മെയിനായിട്ട് നമ്മൾ ഏതൊക്കെ പൈപ്പുകളാണ് നമ്മൾ ഇറക്കേണ്ടത് എന്നുള്ളതാണ് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോഴത്തെ പോലെയല്ല, പണ്ടത്തെ പോലെയല്ല നമ്മളിപ്പോഴത്തെ വീടുകളിൽ ചെയ്യുന്ന സമയത്ത് മിനിമം ഒരു 3 ബാത്റൂമും 4 ബാത്റൂമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ 4 ബാത്റൂമുകൾ 3 ബാത്റൂമുകൾ കിച്ചണിൻ്റെ ഏരിയയിലേക്ക് നല്ല രീതിയിൽ തന്നെ പ്രഷറിൽ വെള്ളം ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ 2 ബാത്റൂമോ 3 ബാത്റൂമൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് രാവിലേക്ക് ഓപ്പൺ ചെയ്യുന്ന വെച്ചാൽ ഹൈ പ്രഷർ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പ്രഷർ കുറഞ്ഞു. അപ്പോൾ അതിന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഇഞ്ച് പൈപ്പ്, അതായത് നമുക്ക് പ്രഷർ പമ്പിൻ്റെ ആവശ്യം പോലും വരുന്നില്ല, 2 ഇഞ്ച് പൈപ്പ് ഏറ്റവും മുകളിൽ നിന്ന് ടാങ്കിൽ നിന്ന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. അതുപോലെ തന്നെ നേരെ 2 ഇഞ്ച് അത് നമ്മൾ കൊടുത്തിരിക്കുന്നത് 6 kg പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അതിനോട് ചേർത്ത് ഇവിടെ ഒരു സിങ്കിൻ്റെ ഏരിയ വരുന്നതുകൊണ്ടാണ് തൊട്ടപ്പുറത്ത് ഒരു ഡ്രൈനേജിൻ്റെ ഒരു സിങ്കിൻ്റെ ഏരിയ വന്നിട്ടുണ്ട്. പിന്നെ അവിടേക്ക് ചൂടുവെള്ളം, പച്ചവെള്ളം, പിന്നെ ടാങ്കിൽ മോട്ടർ അടിക്കുന്ന സമയത്ത് വരുന്ന വെള്ളത്തിന് വേണ്ടിയിട്ട് അങ്ങനെയും കണക്ട് ചെയ്തിട്ടാണ് ആ 3 പൈപ്പുകൾ, CPCയുടെ 3 പൈപ്പുകൾ കിച്ചണിൻ്റെ ഏരിയയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന മെയിൻ പൈപ്പ് ഇതാണ്. അതായത് വെള്ളം ടാങ്കിൽ നിന്ന് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് പൈപ്പ്, 2 ഇഞ്ചിൻ്റെ വാൽവ് കൊടുത്തു 6 kg പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹൈ പ്രഷർ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും കിട്ടും. എത്ര ടാപ്പുകൾ നമ്മൾ ഓപ്പൺ ചെയ്താലും രാവിലെയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്ന ഏരിയ. അതായത് നമുക്ക് 2 or 3 ബാത്റൂമൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് പ്രഷർ ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ 2 ഇഞ്ച് പൈപ്പ് കൊടുക്കുക. പിന്നെ മോട്ടറിലേക്ക് കാണുന്ന പൈപ്പ് നമ്മൾ 1 ഇഞ്ച് കൊടുത്തു. പിന്നെ 3/4 ഇഞ്ച് നമുക്ക് മുനിസിപ്പൽ വാട്ടറോ കാര്യങ്ങളോ അതിന് കൊടുത്തു. പിന്നെ അതിന് ശേഷം തൊട്ടുപുറത്ത് CPCയുടെ പൈപ്പ് നമ്മൾ ചൂടുവെള്ളത്തിനോട് കൊടുത്തു. പിന്നെ തൊട്ടുപുറത്ത് ഒരു പൈപ്പ് 1/2 ഇഞ്ച് പൈപ്പ് നമ്മൾ കൊടുത്തത് വാട്ടർ ലെവൽ കൺട്രോളറോ കാര്യങ്ങളൊക്കെ അത് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് പൈപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ പറയുന്നത് പ്രഷർ, ഹൈ പ്രഷർ നമുക്ക് കിട്ടണമെങ്കിൽ 3 ടാപ്പോ 4 ടാപ്പോ നമ്മൾ ഓപ്പൺ ചെയ്താലും ഹൈ പ്രഷർ നമുക്ക് കിട്ടാൻ 1.5 ഇഞ്ച് പൈപ്പോ 1 ഇഞ്ച് പൈപ്പോ ഒന്നും ടാങ്കിൽ നിന്ന് ഇറക്കരുത്. കാരണം ഇറക്കി നമ്മൾ ഓരോ പ്രാവശ്യമാണ് നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് അത് എഫക്റ്റ് ചെയ്തതിന് ശേഷം പിന്നീട് മാറ്റാൻ സാധിക്കില്ല. അപ്പോൾ ചെയ്യുന്ന സമയത്ത് 2 ഇഞ്ച് പൈപ്പ് തന്നെ നമ്മൾ ടാങ്കിൽ നിന്ന് ഇറക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞു സിങ്കിൽ നിന്ന് വരുന്ന പൈപ്പുകളെല്ലാം കൺസീൽ ചെയ്ത് ആ ഏരിയയിലാണ് പൈപ്പുകൾ വന്നിരുന്നത്. അത് ഒരു പഴയ വീടായതുകൊണ്ടാണ് നമുക്കതൊന്നും ചെയ്യാൻ സാധിക്കാത്തത്. സൈഡിലേക്ക് മാറ്റിയെടുത്തതിന് ശേഷം അത് കൺസീൽ ചെയ്ത് സൈഡിലേക്ക് മാറ്റി ക്ലിയർ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് പൈപ്പ് നമ്മൾ 6 kg പൈപ്പ് കൊടുത്തു. അതുപോലെ തന്നെ ചൂടുവെള്ളത്തിന് SDR 11 പൈപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ കിച്ചണിലേക്ക് കണക്ട് ചെയ്തു. പിന്നെ ബാത്റൂമുകളിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 ഇഞ്ച് പൈപ്പ് നേരെ ടാങ്കിൽ നിന്ന് ഇറക്കിയതിന് ശേഷം നേരെ 1.5 ഇഞ്ചായിട്ട് കൺവേർട്ട് ചെയ്യുക. അതിനുശേഷം 1.5 ഇഞ്ച് പൈപ്പ് നമുക്ക് ഏറ്റവും ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും അറ്റത്തെ ബാത്റൂമിൻ്റെ ഏരിയ വരെ നമ്മൾ 1.5 ഇഞ്ച് പൈപ്പ് കൊണ്ടുപോകണമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഇനി എക്സ്പെൻസ് കൂടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ബാത്റൂമുകളിൽ ഏകദേശം ഒരു പകുതി വീടിൻ്റെ പകുതിയൊക്കെ എത്തിക്കഴിയുമ്പോൾ 1.5 ഇഞ്ച് ക്ലോസ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും റെഡ്യൂസ് ചെയ്ത് 1 ഇഞ്ചാക്കി കൊണ്ടുപോയാലും വിഷയമില്ല. അപ്പോൾ നമുക്ക് നല്ല ഹൈ പ്രഷർ, ഒരു പ്രഷർ പമ്പോ കാര്യങ്ങളോ യൂസ് ചെയ്യാതെ നല്ല രീതിയിൽ തന്നെ പ്രഷർ പമ്പ് ഉപയോഗിക്കാതെ തന്നെ നല്ല ഹൈ പ്രഷർ എല്ലാ ടാപ്പുകളിലും നമുക്ക് ലഭിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. നല്ല അത്യാവശ്യം നല്ലൊരു ഹൈറ്റിൽ വരുന്ന സ്റ്റാൻഡിൽ കൊടുക്കുക. അതിനുശേഷം 2 ഇഞ്ച് പൈപ്പ് നമ്മൾ ഇറക്കി എല്ലാ ബാത്റൂമുകളിലേക്കും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ പ്രഷർ നമ്മുടെ എല്ലാ ബാത്റൂമുകളിലും ഷവറിൽ, അതായത് ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ പോലും നമ്മുടെ റെയിൻ ഷവറിലാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡൈവേർട്ടറിലാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. നല്ല ഹൈ പ്രഷർ നമുക്ക് നല്ല രീതിയിൽ തന്നെ ലഭിക്കും. ഏകദേശം ഒരു 10-12 വർഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു പ്രഷർ പമ്പിൻ്റെ ആവശ്യമില്ലാതെ നമുക്ക് എല്ലാ ബാത്റൂമുകളിലും എല്ലാ ടാപ്പിലും റെയിൻ ഷവറിലും നമുക്ക് ഹൈ പ്രഷർ നമുക്ക് ലഭിക്കും. ഇനി നിർബന്ധമാണെങ്കിൽ നമുക്ക് പ്രഷർ പമ്പ് കൊടുക്കണമെങ്കിൽ പ്രഷർ പമ്പ് കൊടുക്കുകയും ചെയ്യാം. ആ ലെവലിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.